കേരളം സജീവമായി ചർച്ച ചെയ്യുന്ന വിഷയത്തിലേക്കാണ് നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത്. കളമശ്ശേരി ലഹരി ഇടപാട് കേസിലെ പ്രധാനി കൊല്ലം സ്വദേശിയെ 3-ാം വർഷ വിദ്യാർത്ഥിയെന്ന് കണ്ടെത്തൽ. കഞ്ചാവ് എത്തിച്ചത് ഈ വിദ്യാർത്ഥിക്ക് വേണ്ടി എന്ന് പിടിയിലായ ആഷിക്കും ഷാലിക്കും മൊഴി നൽകിയിട്ടുണ്ട്. ഇതര സംസ്ഥാനക്കാരിൽ നിന്നാണ് കഞ്ചാവ് വാങ്ങിയത്. ഇവർ ഇതിനു മുൻപും ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. മുൻകൂറായി പണം നൽകുന്നവർക്ക് ഓഫറായാണ് കഞ്ചാവ് നൽകുന്നത് എന്നാണ് വിദ്യാർത്ഥികളുടെ മൊഴി. കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിനെ കഞ്ചാവ് വിപണന കേന്ദ്രമാക്കി മാറ്റിയ പ്രതികളെ തേടിയുള്ള അന്വേഷണത്തിലാണ് പോലീസ്. ഇതിനോടകം തന്നെ 3 പേരെ പിടികൂടിയിട്ടുണ്ട്. കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ആരെല്ലാമാണ് ഈ വൻ കഞ്ചാവ് വിൽപ്പനയ്ക്ക് പിന്നിൽ? ആരാണ് പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിക്കുന്നതെന്ന ചോദ്യത്തിന് ഉത്തരമായി. പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിക്കും ഷാലിക്കും. ഇവരാണ് ഹോസ്റ്റലിലെ കഞ്ചാവ് മാഫിയ. കൊല്ലം സ്വദേശിയായ വിദ്യാർത്ഥിക്ക് വേണ്ടിയാണ് കിലോ കണക്കിന് കഞ്ചാവ് എത്തിച്ചത്. ഇയാൾക്കായി അന്വേഷണം ഊർജിതം. ഇവർ അവിടെ ആവശ്യം അവരുടെ ഡിമാൻഡ് അനുസരിച്ച് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതൊക്കെ നമുക്ക് അന്വേഷിച്ചാലാണ് ആരൊക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെട്ടത്. കാരണം ഒത്തിരി നമുക്കുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് തെളിവുകൾ ശേഖരിച്ചാലേ അത് പറയാൻ പറ്റുള്ളൂ. പിടിയിലായ ഷാലിക്കിന് KSU ബന്ധം ആരോപിച്ച SFI രംഗത്തെത്തി. KSUവിന്റെ നേതൃത്വത്തിലാണ് പോളിടെക്നിക്കിലെ കഞ്ചാവ് വിൽപ്പനയെന്നും ആരോപണം. നേരത്തെ കഞ്ചാവുമായി പിടിയിലായ SFI യൂണിയൻ ജനറൽ സെക്രട്ടറിയെ പുറത്താക്കി. ഞങ്ങൾ ഈ സംഘടനയിൽ നിന്ന് അയാളെ പുറത്താക്കിയാണ്. അയാൾ ഈ സംഘടനക്ക് ഞങ്ങളുടെ സംഘടനയുടെ രീതികൾക്കനുസരിച്ച് അയാൾ പ്രവർത്തിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു നിലപാട് ഞങ്ങൾക്കില്ല. പുറത്താക്കി. ഓഫർ നൽകിയാണ് കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ കഞ്ചാവ് വിൽപ്പനയെന്ന വിദ്യാർത്ഥികൾ മൊഴി നൽകിയിട്ടുണ്ട്. മുൻകൂറായി പണം നൽകിയാൽ 500 രൂപയുടെ കഞ്ചാവ് 300 രൂപയ്ക്ക് വിൽക്കാം. ഹോളി ആഘോഷത്തിനു വേണ്ടി കോളേജിലേക്ക് ലഹരിയെത്താൻ സാധ്യതയുണ്ടെന്ന് പോളിടെക്നിക് പ്രിൻസിപ്പൽ DCPക്ക് പരാതി നൽകിയിരുന്നു. ഇതുകൂടി പരിഗണിച്ചായിരുന്നു പോലീസിന്റെ പരിശോധന. ലഹരിക്ക് രാഷ്ട്രീയ മാനവും പരിരക്ഷയും നൽകേണ്ടതില്ല. ഉപയോഗിക്കുന്നവരും വിൽക്കുന്നവരും പിടിക്കപ്പെടണം. അതിൻ്റെ ഒരു തുടക്കമാകും ഈ പോളിടെക്നിക് കോളേജിലുണ്ടായ പരിശോധനയും ഈ അറസ്റ്റുകളും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ.